നമസ്കാരം, വിങ്സ് ഓഫ് ബുക്സിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നമുക്കിന്ന് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ശരീരത്തിൻ്റെ ശരികൾ എന്നൊരു കഥ പരിചയപ്പെടാം. പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരുടെ ആഖ്യാന രീതിയുടെ എല്ലാ സൗന്ദര്യവും വരികളിലും വാക്കുകളിലും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കഥയാണ് ശരീരത്തിൻ്റെ ശരികൾ. കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു സസ്പെൻസ് നിലനിർത്താൻ കഥാകൃത്തിന് സാധിക്കുന്നുണ്ട്. കലാലയ പ്രണയങ്ങളുടെ ഒന്നും നിറക്കൂട്ടുകളില്ലാതെ വളരെ ശാന്തവും സൗമ്യവും എന്നാൽ ഗാഠവുമായിട്ട് കടന്നു പോകുന്ന ഒരു പ്രണയത്തെ പറ്റിയാണ് കഥാകൃത്ത് ഇതിൽ പറയുന്നത്. എല്ലാ പ്രണയവും തുടങ്ങുന്നത് പോലെ തന്നെ ഈ പ്രണയവും തുടങ്ങിയത് ഒരു സൗഹൃദത്തിലാണ്, ഗാഠമായൊരു സൗഹൃദത്തിൽ. രണ്ട് ആളുകളാണ്, രണ്ട് പേഴ്സൺസ് ആണ് കേട്ടോ ഈ കഥയിലുള്ളത്. രണ്ട് വ്യക്തികളുടെ കഥയാണ് ഈ പറഞ്ഞു പോകുന്നത്. അതിൽ ഒരാൾ കഥാകൃത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കഥ പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ആൾ വളരെ മിടുക്കിയായ, വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടിയാണ്. രണ്ടുപേരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആദ്യത്തെ കക്ഷിയാണെങ്കിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. രണ്ടാമത്തെ പെൺകുട്ടിയാണെങ്കിൽ BMW കാറിൽ ദിവസവും കോളേജിൽ വരുന്ന നല്ല ധനികയായ, ഹൈ ക്ലാസ് എന്ന് എല്ലാവരും പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ വളരെ ആക്റ്റീവാണ്, വളരെ മിടുക്കിയാണ്. ഒരുപാട് ഫ്രണ്ട്സിന് നടുക്കാണ് അവൾ നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ കക്ഷി മിതഭാഷിയാണ്. അധികം ആരോടും സംസാരിക്കാതെ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. ക്ലാസ്സിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത അത്രയും നിശബ്ദനായൊരു, അത്രയും മിതഭാഷിയായൊരു വ്യക്തിയാണ്. അങ്ങനെ ആരുമായിട്ടും അധികം മിങ്കിൾ ചെയ്യാത്ത, അധികം കൂട്ടുകെട്ടുകളില്ലാത്ത ഒരു വ്യക്തിയാണത്. അപ്പോൾ അവർക്കിടയിലുള്ള സൗഹൃദം എല്ലാവർക്കും ഒരു അമ്പരപ്പായിരുന്നു. ഇംഗ്ലീഷ് ക്ലാസ്സിലായിരുന്നു അവർ ഒരേ ഗ്രൂപ്പിൽ വന്ന് പെടുകയും അങ്ങനെ അവർ സുഹൃത്തുക്കളാവുകയും ലഞ്ച് ടൈമിൽ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയും പിന്നീട് അവരുടെ മാത്രമായ ടീ ടൈം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയോ അവൾ നമ്മുടെ കക്ഷിയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വീട് ആളൊഴിഞ്ഞ അല്ലെങ്കിൽ പഴയ ഒരു ലോഡ്ജ് പോലെയാണ്, പരസ്പരം ആരും അധികം സംസാരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അതിൽ നമ്മുടെ കക്ഷി ഇങ്ങനെ കുറിച്ചിരുന്നു, സംസാരിക്കാൻ ആരുമില്ലാത്ത വീട്ടിൽ തനിക്ക് മിണ്ടാനും പറയാനും ഒരു കൂട്ടിരിക്കട്ടെ, ഈ വർഷം താൻ ഒരുപാട് സ്നേഹിക്കപ്പെടട്ടെ എന്ന്. അപ്പോൾ അധികം പരിഗണിക്കപ്പെടാതെ പോകുന്നൊരു സമ്മാനമായിരിക്കുമെന്നാണ് നമ്മുടെ കക്ഷി വിചാരിച്ചത്. പക്ഷേ ഈ വാക്കുകൾ വായിച്ചിട്ട് അവൾ പറഞ്ഞത്, അവൾക്ക് ഈ വർഷം കിട്ടിയ ദീസ് ലൈൻസ് ആർ ദ ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് സോ ഫാർ എന്നാണ് അവൾ റെസ്പോണ്ട് ചെയ്തത്. പിന്നെ അവർ തമ്മിലുള്ള സൗഹൃദം അങ്ങനെ ഗാഠമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ എപ്പോഴോ ഒരിക്കൽ നമ്മുടെ കക്ഷി അവളോട് ചോദിക്കുകയുണ്ടായി, ആ ഡയറി എഴുതി തുടങ്ങിയോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം അന്ന് തന്നെ എഴുതി തുടങ്ങിയെന്നാണ് അവൾ മറുപടി പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ കക്ഷിയുടെ ബർത്ത്ഡേ വരുന്നു. ആരും അധികം ഓർക്കാറില്ല. വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടും അധികം സൗഹൃദങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും ആ ബർത്ത്ഡേ ഓർത്ത് വെക്കാൻ ചാൻസ് ഇല്ല. ഈ പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരമാണ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു സമ്മാനപ്പൊതി നൽകുന്നത്. അപ്പോൾ അത് വളരെ ആകാംക്ഷയോടെയാണ് വീട്ടിൽ വന്നത് തുറന്നു നോക്കുന്നത്. നമ്മുടെ കക്ഷി അവൾക്ക് കൊടുത്ത സമ്മാനമായ ഡയറി ആയിരുന്നു അതിനകത്ത്. അതിനുള്ളിൽ പേജുകൾ മറിക്കുമ്പോൾ നിനക്കായി എന്നാണ് ആ ഒരു ഡയറിയുടെ ഫസ്റ്റ് പേജിൽ എഴുതിയിരിക്കുന്നത്. പേജുകൾ മറിക്കുമ്പോൾ അവൾ അതുവരെ നേരിട്ട അനുഭവങ്ങൾ, തിക്ത അനുഭവങ്ങൾ, അവളുടെ വീട്ടിൽ നിന്നും സഹോദരനിൽ നിന്നും ബാപ്പയുടെ സുഹൃത്തുക്കളിൽ നിന്നും ഉമ്മയുടെ സഹോദരനിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങളായിരുന്നു ആ ഒരു ഡയറിയുടെ താളുകളിൽ നിറച്ചു വെച്ചത്. അപ്പോൾ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു, ഇത് വായിച്ച് കഴിയുമ്പോൾ എന്നെ വെറുക്കരുത് എന്ന്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കക്ഷിക്ക് അവളെ മുറുകെ പിടിക്കാനാണ് അല്ലെങ്കിൽ ചേർത്ത് നിർത്താനാണ് തോന്നിയത്. തൊട്ടടുത്ത ദിവസം അവളെ കണ്ടപ്പോൾ അത് പറയുകയും അവർ തമ്മിലുള്ള റിലേഷൻ കുറേ കൂടെ ഗാഠമാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കോളേജ് ടൂർ വരുന്നത്. ഇവൾ വളരെ മിടുക്കിയായിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള, ഒരുപാട് സൗഹൃദങ്ങളുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ അവരുടെ കൂടെയെല്ലാം ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ കക്ഷിയുടെ അടുത്തും ഇടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ കഥ പറയുന്ന കക്ഷിയുടെ ഒപ്പം ആണ് സീറ്റ് ഷെയർ ചെയ്യാനായിട്ട് അവൾ താല്പര്യപ്പെട്ടത് എന്നുള്ളത് ബാക്കി എല്ലാവരിലും ഒരു അമ്പരപ്പ് നിറച്ചു. അന്ന് രാത്രിയിൽ എല്ലാവരും ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സിനിമ ആസ്വദിക്കുകയും കുറേ പേർ ഉറങ്ങുകയും ഒക്കെ ചെയ്ത സമയത്ത് അവരുടെ പ്രണയം പരസ്പരം കൈമാറുകയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ ജോസഫ് അന്നംകുട്ടി ജോസ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുക, നമുക്കൊരു ഒരിക്കലും ഒരു അവരുടെ ആ ഒരു റിലേഷൻ്റെ ആ ഒരു ഗാഠത വ്യക്തമാക്കുന്ന രീതിയിലാണ് ഓരോ വരിയും എഴുതി
ഇരിക്കുന്നത്. പ്രണയത്തെ ഹൃദയത്തിൽ വേരുറപ്പിക്കുന്ന ഒന്നാണ് ചുംബനം. ആ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ പ്രണയവേരുകൾ പരസ്പരം കണ്ടുമുട്ടി, കെട്ടുപിണഞ്ഞു, പിരിയാനാകാത്ത വിധം ഒന്നായി. പറ്റുമെങ്കിൽ വായിച്ചു നോക്കണം കേട്ടോ ഈ കഥ. അത്രയ്ക്കും മനോഹരമായിട്ടാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത് ജോസഫ്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഇങ്ങനെ ഓർക്കുകയാണ്, നമ്മുടെ കക്ഷി ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു ബസ് യാത്രയിലാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു, അവളുടെ വിവാഹത്തിൽ സംബന്ധിച്ചതിന് ശേഷം നമ്മുടെ കക്ഷി ഇങ്ങനെ തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ ഒരു ബസ്സിലിരുന്നാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓർത്തോർത്ത് വന്ന കൂട്ടത്തിൽ അവസാനമായിട്ട് അദ്ദേഹം ഓർക്കുന്ന ഒരു ലൈനുണ്ട്. യു ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് എ ജെൻഡർ, യു ഫോൾ ഇൻ ലവ് വിത്ത് എ പേഴ്സൺ എന്ന് അവൾ ആ ഡയറിയുടെ താളുകളിൽ എഴുതിയിരുന്നു. അതിങ്ങനെ ഓർത്ത് അതിനെപ്പറ്റി ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് കണ്ടക്ടർ വന്ന് നമ്മുടെ കക്ഷിയോട് ഇങ്ങനെ ചോദിക്കുന്നത്, മോളെ ടിക്കറ്റ് എടുത്തായിരുന്നു? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു പെൺകുട്ടിയാണ് എന്ന്. രണ്ട് പെൺകുട്ടികൾക്കിടയിലുണ്ടായ ഗാഢമായ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്, ഗാഢമായ പ്രണയത്തെ പറ്റിയാണ് കഥാകൃത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് അപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക. ജോസഫ് അനംകുട്ടി ജോസിൻ്റെ ശരീരത്തിൻ്റെ ശരികൾ.